ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ ആണ്. ഇപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയാം. സ്റ്റാർ, 7 of water, moon, 6 of air and coal. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, സ്റ്റക്നെസ് ഒക്കെ ഫേസ് ചെയ്തിരുന്നവരുടെ ഒരു എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആങ്സൈറ്റി, ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് മിസ്റ്ററീസ്, ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ പലപ്പോഴും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ഒരു പ്രതീക്ഷ, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയിലൂടെയും ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു പ്രത്യാശയിലായിരിക്കാം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പലവരെയും ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ച് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഒരു ടഫസ്റ്റ് പീരീഡിലൂടെയാണ് പോകുന്നതെങ്കിലും ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ശുഭപ്രതീക്ഷ, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഉള്ള ഒരു വിശ്വാസം, ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ യൂണിവേഴ്സിനോടൊക്കെയുള്ള ഒരു വിശ്വാസം കാരണം അതിനകത്തൊരു ഭാവി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെ ആ ഒരു ടഫസ്റ്റ് പീരീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാരിറ്റി, സ്റ്റക്നെസ് അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ആ ഒരു പീരീഡ് ഓഫ് ഡ്രാമ കഴിയുന്നതായിട്ട് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് കടന്നു വരാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചിലരെ സംബന്ധിച്ച് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ചില വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ നമ്മൾ മറികടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ഒരു നേച്ചർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് മൈൻഡ്, സ്റ്റക്നെസ്, പേടി, ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദി കാര്യങ്ങൾ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവിടത്ത് നിന്ന് ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുറച്ചും കൂടി ലോജിക് വൈസ് ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. യൂണിവേഴ്സിനെ വളരെ ഡീപ്പായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറച്ചും കൂടി കാമായിട്ട് മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും വന്നു തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള അപ്രോച്ചിൽ മാറ്റം വന്നതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനും മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പീരീഡ് ഓഫ് ഡ്രാമയ്ക്ക് ശേഷം ഒരു ആക്ഷനിലേക്ക് കടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. സ്വയം വേദനിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ആശങ്കപ്പെടാനൊന്നും നിങ്ങൾക്കും താല്പര്യമില്ലാത്തൊരവസ്ഥയായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചറിലേക്ക് വരാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ പറയാം. റിലേഷൻഷിപ്പിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നതും അതാണ്. അതായത് ചിലവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്ക് ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ചിലവര് എത്ര ദുർഘടമാണോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, സഫറിങ്സ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ എനിക്കത് വേണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എനിക്ക് ആ റിലേഷൻഷിപ്പ് മതി. വേറെ ആരും വേണ്ട. അതിന് വേണ്ടി ഇനിയും കുറെ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ഇരുന്നോളാം. പക്ഷെ അവർക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഉത്തരവുണ്ട് വേണം എന്നുള്ളത്. ചിലർക്ക് അങ്ങനെയല്ല. എനിക്കിനി സഹിക്കാൻ വയ്യ, വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. അവരുടെ ശ്രദ്ധ വേറെ പല കാര്യങ്ങൾക്ക് കൊടുത്ത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇത് രണ്ടിനും ഇടയിൽ പെടുന്ന വ്യക്തികൾ, അവർക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം. എന്നാൽ വേണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട. രണ്ടും അറിയില്ലാത്തൊരവസ്ഥ. അതാണ് ഏറ്റവും ഇതിനകത്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കുഴയ്ക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ്. അതുമായിട്ട് മുന്നോട്ട് പോകണോ അതോ അവസാനിപ്പിക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി പേഴ്സൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5 of Wands, 4 of Cups, 2 of Pentacles, 8 of Swords, King of Pentacles, 4 of Wands, 5 of Pentacles, the Wheel, Temperance, Ace of Pentacles, Knight of Wands, 3 of Wands, Page of Wands, Hermit, the Sun, Queen of Pentacles. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ട കാര്യമാണ് ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നൊരു ആക്ഷനിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ സെയിം ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവരുടെ ഒരു എനർജിയിലും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ആലോചന അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ്ങിൽ നിന്ന് ഡൂയിങ്ങിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തു പോയിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല പ്രയോറിറ്റിയും ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. അതേ തുടർന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു അകൽച്ചയോ അല്ലെങ്കിൽ പരസ്പര വിശ്വാസക്കുറവോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ പോലും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സൺ വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് തന്നിട്ടില്ല. നിങ്ങളെ ചിലപ്പോൾ ഒഴിവാക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നൊരവസ്ഥ. ഈ പറഞ്ഞ പോലെ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് കാര്യങ്ങൾ പരസ്പരം പൊരുത്തക്കേടുകളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇവരിലേക്ക് വന്നിരിക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അവർ മടങ്ങി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളുടെയും പുറകെ പോവുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രയോറിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്നൊരവസ്ഥ. പക്ഷേ അതിനകത്ത് യൂണിവേഴ്സായിട്ട് തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. അതെപ്പോഴാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ പോയിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിനേക്കാളും എന്തുകൊണ്ട് ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു
റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ആ ഒരു വശമാണ് എന്ന് ചിന്തിക്കാൻ തക്ക കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴൊക്കെയാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രയോറിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഓണായി പോവാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഹാപ്പി ആയിട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ടഫസ്റ്റ് പീരീഡുകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ കാരണം തന്നെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ പല കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു പോകുന്നു. നിങ്ങളായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്ന അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിനൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥ. എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ആ ഒരു മ്യൂച്വൽ എനർജിയിൽ ഒരുമിച്ച് പോകുമ്പോഴാണ്. അതേസമയം നമ്മളുടെ പാർട്ട്ണർ ഉണ്ടായിട്ട് നമുക്ക് അവരോടൊന്നും പറയാൻ കഴിയുന്നില്ല. പഴയൊരു വിശ്വാസം തോന്നുന്നില്ല. സ്നേഹം കിട്ടുന്നില്ല. ഇൻറ്റിമസി ഇല്ല. അപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്തതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്കൊരു ക്ലിയർ പിക്ചറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ ഡിസിഷൻ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ റോങ് ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ തീരുമാനം ശരിയായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും കൂടുതലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പ്രയോറിറ്റിയോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫുള്ളി ഇൻവോൾവ് ആവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇത് നല്ല രീതിയിലേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു അനുകൂല സമയം കറൻറ്റ്ലി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. ആക്ഷൻ എടുക്കാതെ ഇരുന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചിലവർ നമ്മൾ പറയാറുണ്ട് ചില റീഡിങ്സിനകത്തൊക്കെ ആ ഒരു റൈറ്റ് ടൈം വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മാറ്റത്തിൻ്റെ സമയം തനിയെ കടന്നു വരും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു റൈറ്റ് ടൈം എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനകത്ത് ആ ഒരു നഷ്ടപ്പെട്ടു പോയതെന്തോ അത് വീണ്ടും പുതുമയോടുകൂടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ന്യൂ എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു നൈറ്റ് ഓഫ് വാൻസ്, 3 ഓഫ് വാൻസ്, അതുപോലെ തന്നെ ഈ ഒരു എനർജി. അപ്പോൾ ഈ 3 എനർജീസ് ആണെന്നുണ്ടെങ്കിലും ഹൈലി ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഫയറി നേച്ചറുള്ള എനർജീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇവർ സ്ട്രോങ് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാം. അപ്പോൾ ഈ ഒരു 3 എനർജീസ് മാത്രമല്ല, ഇവിടെ നമുക്ക് ഈ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനമെല്ലാം അവർ വളരെ കാര്യമായിട്ട് ആലോചിച്ചെടുത്ത, അല്ലാന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു തീരുമാനം കൂടിയാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വൺസ് എനർജി മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു തീവ്രമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു ആഗ്രഹം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ മറ്റ് എനർജീസും കൂടി നോക്കുമ്പോൾ അവരതിനായിട്ട് കാത്തിരുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം എന്ന് ചിന്തിക്കുന്നൊരു അവസ്ഥയായിട്ട് തന്നെ പറയാം. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കി കാണുന്നുണ്ട്. പലരുടെയും ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഹൈലി ആക്റ്റീവ് ആകാനായിട്ട് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാനും കൂടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എനർജീസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങളോടൊരു താല്പര്യം തോന്നിയിട്ടുള്ളൊരു വ്യക്തിയല്ല. ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ആലോചിച്ച് സമയമെടുത്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു റൈറ്റ് ടൈം ആയെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ തന്നെ ഈ 2 എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡേ ആൻഡ് നൈറ്റ് കോംബോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയും ഒരു ഓപ്പോസിറ്റ് ഇതിൽ നിൽക്കുന്ന 2 എനർജീസാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിന്നൊരു സമയത്താണ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ളത് ആ ഒരു സമയമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു നട്ട്ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി എടുത്തപ്പോൾ അവിടെ നമുക്ക് മൂൺ എനർജി വരെ കിട്ടിയതാണ്. പക്ഷെ നമ്മളിവിടെ ഇവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സണ്ണിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ അതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഈ ഒരു വ്യക്തി പറയാത്ത കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനുണ്ടായിരുന്ന കാര്യങ്ങളോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം തരാനായിട്ട് റെഡിയായിട്ട് ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ പറയാം. ആ ഒരു വ്യക്തിയായിട്ട് തന്നെ വളരെ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ആക്ഷൻ ഓറിയന്റഡ് എനർജീസ് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനായിട്ട് അവർ പ്രവർത്തിക്കുന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു ഹോണസ്റ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഒരു നല്ലൊരു ഇൻറ്റൻഷനിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ മറ്റെന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും കൂടി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ അല്ലെങ്കിൽ ആ വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു സ്ട്രോങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 9, നമ്പർ 10, നമ്പർ 14 ആൻഡ് നമ്പർ 19. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ലിയോ, സെജിറ്റേറിയസ്, ടോറസ്, വിർഗോ, സ്കോപ്പിയോ ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജിയൊക്കെ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇപ്പോൾ ഏത് ആറ്റിറ്റ്യൂഡിലാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.